കഴിഞ്ഞ അവസരങ്ങളിലൂടെയായി 59ഓളം ആയത്തുകളാണ് ഇതിനകം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞത്. 61 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തുകളിൽ സ്വന്തം വീടുകളിലുള്ളവർ പോലും മറ്റുള്ളവരുടെ ഔറത്തുകൾ കാണാതിരിക്കുവാൻ ആവശ്യമായ സ്വകാര്യതകൾ ലംഘിക്കപ്പെടാതിരിക്കുവാൻ ആവശ്യമായ അദബുകൾ അഥവാ മര്യാദകളാണ് പറഞ്ഞിട്ടുള്ളത്. അന്യ ആളുകൾ മാത്രമല്ല, ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ പോലും മറ്റുള്ളവരുടെ സ്വകാര്യ റൂമുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അനുവാദമാരായണമെന്നും അതിൻ്റെ പ്രത്യേകമായ നിയമങ്ങൾ പാലിക്കണമെന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ ആയത്തിൽ 60ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്ന വിഷയം മറ്റൊരു കാര്യമാണ്. വൽ ഖവാഇദു മിനൻ നിസാ. ഖവാഇദ് എന്ന് പറഞ്ഞാൽ ഖാഇദിന്റെ ബഹുവചനമാണ് ഖവാഇദ് എന്നുള്ള പദം. വൽ ഖവാഇദു മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന് ഇരുപ്പിലായ സ്ത്രീകൾ, വാർദ്ധക്യമൊക്കെ കാരണത്താൽ ഇരുത്തം വന്നിട്ടുള്ള സ്ത്രീകൾ. അല്ലാത്തി എങ്ങനെയുള്ള സ്ത്രീകളാണ്? ലാ യർജൂന, അവർ പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുകയില്ല. നിക്കാഹ്, ഒരു വിവാഹത്തെയൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. അവരുടെ വാർദ്ധക്യം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിവാഹത്തിനൊന്നും പ്രതീക്ഷയില്ലാത്ത, അതുപോലെ തന്നെ ഒരു സന്താനം ജനിക്കുമെന്ന പ്രതീക്ഷയില്ലാത്ത, അതേപോലെ ആർത്തവത്തിൽ നിന്നൊക്കെ മുക്തമായി ഇങ്ങനെ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന സ്ത്രീകൾ. എന്താണ് അവരെ ഇവിടെ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം? എന്താണ്? അവർക്ക് ഫലൈസ അലൈഹിന്ന, അവരുടെ മേൽ കുറ്റമില്ല, അവരുടെ മേൽ കുറ്റമില്ല. ഫലൈസ അലൈഹിന്ന ജുനാഹുൻ, അവരുടെ മേൽ ജുനാഹ് എന്ന് പറഞ്ഞാൽ തെറ്റ് അല്ലെങ്കിൽ കുറ്റം എന്നൊക്കെ പറയാം. അപ്പൊ അവരുടെ മേൽ കുറ്റമില്ല. എന്തിന്? അയ്യദഅന, അവർ എടുത്തു വെക്കുന്നതിന്. വദഅ എന്ന് പറഞ്ഞാൽ വെച്ചു എന്നാണ്. ഇതിന്റെ മുളാരിയാണ് യദഅ. അയ്യദഅന, അവർ എടുത്തു വെക്കുന്നത്. എന്തെടുത്തു വെക്കൽ? സിയാബഹുന്ന, അവരുടെ വസ്ത്രങ്ങൾ. തൗബ്, സിയാബ്, വസ്ത്രങ്ങൾ. അവരുടെ വസ്ത്രങ്ങൾ അവർ എടുത്തു വെക്കുന്നതിന് അവർക്ക് വിരോധമില്ല, കുറ്റമില്ല. ഏത് രൂപത്തിൽ? ഗൈറ മുതബർരിജാതിൻ ബിസീനത്തിൻ, അലങ്കാരമൊന്നും പ്രദർശിപ്പിക്കുന്നവരല്ലാത്ത നിലയിൽ. ഗൈറ മുതബർരിജാതിൻ, പ്രദർശിപ്പിക്കുന്നവരല്ലാത്ത നിലയിൽ. ബിസീനത്തിൻ, ഒരു അലങ്കാരത്തിൽ. വഅൻ യസ്തഅഫിഫ്ന, വഅൻ യസ്തഅഫിഫ്ന, അവർ ചാരിത്ര്യം കാത്തു സൂക്ഷിക്കൽ, അല്ലെങ്കിൽ അവർ വിശുദ്ധി കൈക്കൊള്ളൽ. ഖൈറുൻ ലഹുന്ന, അതത്രേ അവർക്ക് നല്ലത്. ഖൈറുൻ ലഹുന്ന, അതാണ് അവർക്ക് ഉത്തമം അല്ലെങ്കിൽ നല്ലത്. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം നന്നായി കേൾക്കുന്നവനും അലീമുൻ, നന്നായി എല്ലാം അറിയുന്ന സർവജ്ഞനുമാണ്. ഇതാണ് സഹോദരങ്ങളെ ഈ 60ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
ഇവിടെ സ്വാഭാവികമായും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളോട് അവർ അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർക്കുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ് പാലിക്കേണ്ടത് എന്ന് കഴിഞ്ഞ ആയത്തുകളിലൂടെ നമ്മളേവരും മനസ്സിലാക്കിയതാണ്. എന്നാൽ അതിൽ നിന്ന് ഒരു ഇളവ് വേണമെങ്കിൽ സ്വീകരിക്കാവുന്ന വിഭാഗമാണ് ഖവാഇദു മിനൻ നിസാഇ എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുള്ള വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾ. അതായത് ഖവാഇദു എന്ന് പറഞ്ഞാൽ ഖഅദ എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്നാണ്. കബീറത്തുസ് സിന്ന് വാർദ്ധക്യം എത്തിയിട്ടുള്ള സ്ത്രീകൾക്കാണ് അത് പ്രയോഗിക്കുക. അൽ ഖാഇദു മിനൽ ഹൈദി വൽ വലദി വസ്സിവാജി എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. അതായത് അവരുടെ മാസമുറയൊക്കെ അവസാനിച്ചിട്ടുണ്ട്, അവരുടെ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു, ആർത്തവ വിരാമം വന്ന പ്രായമായിട്ടുണ്ട്. അതുപോലെ ഒരു സന്താനോത്പാദനത്തിന്റെ കാലവും അവസാനിച്ചിട്ടുണ്ട്. അതുപോലെ വിവാഹത്തെ സംബന്ധിച്ചും അവർക്കിനി പ്രതീക്ഷയില്ല. അപ്പൊ വിവാഹത്തിൽ നിന്നും ഒരു സന്താനം ജനിക്കുന്നതിൽ നിന്നും അതിൻ്റെ ഒന്നും പ്രതീക്ഷയോ ഒരു ഭർത്താവിന്റെ ആവശ്യമോ ഒന്നുമില്ലാതെ ആ നിലക്കുള്ള കിഴവികളായി മാറിയിട്ടുള്ള സ്ത്രീകൾ എന്നർത്ഥം. അങ്ങനെയുള്ള സ്ത്രീകൾ അല്ലാത്തി എങ്ങനെയുള്ള സ്ത്രീകൾ ലാ യർജൂന അവർ പ്രതീക്ഷിക്കുന്നവരല്ല, അവർ പ്രതീക്ഷിക്കുകയില്ല. റജാ പ്രതീക്ഷിച്ചു എന്ന് മുദാരിയാണ് യർജൂ. ലാ യർജൂന അവർ പ്രതീക്ഷിക്കുകയില്ല. നിക്കാഹൻ ഇനി ഒരു വിവാഹത്തെ അവർ പ്രതീക്ഷിക്കുകയില്ല. അങ്ങനെയുള്ള ഇരുത്തം വന്ന ഇരുപ്പിലായ സ്ത്രീകൾ അവർക്ക് പ്രത്യേകം പർദ്ദയുടെ കാര്യത്തിൽ ഒരു ഇളവുണ്ട്. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അന്യപുരുഷന്റെ മുമ്പിൽ അവൾ മുഴുവനും മറയേണ്ടവളാണ്. അവളുടെ മുഖം അത് തന്നെയും മറക്കുന്നതാണ് അവൾക്ക് ഉത്തമം എന്നുള്ളത് നമ്മൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ നിലക്ക് ലൂസുള്ള വസ്ത്രം കൊണ്ട് എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ പർദ്ദ സ്വീകരിച്ചുകൊണ്ട് പുറത്തിറങ്ങേണ്ടവളാണ് ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത്. അതിൽ ഒരു ഇളവുള്ള ഒരു വിഭാഗമാണ് ആര്? യൗവന പ്രായമെല്ലാം നശിച്ച് പ്രായാധിക്യത്തിലെത്തിയ സ്ത്രീകൾ. ആർത്തവ വിരാമം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ ഇനി ഒരാൾ വിവാഹത്തിന് അന്വേഷിക്കുകയൊന്നുമില്ല, വിവാഹം കഴിക്കാൻ അവർക്കും താല്പര്യമില്ല, ഒരു ഭർത്താവ് ഉണ്ടാകണം എന്നൊരു മോഹവും അവർക്കില്ല. ആ നിലക്കുള്ള ആവശ്യങ്ങളിൽ നിന്നെല്ലാം ഇരുപ്പിലായിട്ടുള്ള സ്ത്രീകൾ എന്നർത്ഥം. അങ്ങനെയുള്ള സ്ത്രീകൾ അവർക്ക് അന്യപുരുഷന്മാരിൽ നിന്ന് ശരീരം മറക്കേണ്ട വിഷയത്തിൽ സാധാരണ സ്ത്രീകളുടെ അത്ര തന്നെ കണിശത അവർക്ക് ആവശ്യമില്ല എന്നാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.